നറാണത്ത് ഭ്രാന്തനെക്കുറിച്ചുള്ള ഒരു കഥ കൂടി പറയട്ടെ. ഒരു ദിവസം വൈകുന്നേരം ഭിക്ഷാടനമെല്ലാം കഴിഞ്ഞ് നറാണത്ത് ഭ്രാന്തൻ ഒരു ശ്മശാനത്തിൽ കഞ്ഞിവെച്ച് കഴിക്കാനായി ഇരിക്കുകയാണ്. സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ അങ്ങനെയാണ്. അപ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടെയാണ് ഇരിക്കുക. ഇന്നിപ്പോൾ ഒരു ശ്മശാനത്തിലാണ് എത്തിയത്. എന്തായാലും അവിടെ അടുപ്പ് കൂട്ടാൻ തീയുണ്ട്, വിറകുണ്ട്. സന്തോഷമായി അദ്ദേഹം ഭാണ്ഡക്കെട്ടൊക്കെ അണയാത്തൊരു ചുടലക്കരികിൽ വെച്ചിട്ട് അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളമൊക്കെ കോരി 3 കല്ലെടുത്ത് അടുപ്പ് കൂട്ടി. ചുടലയിൽ നിന്ന് തീയും വിറകും ഒക്കെ എടുത്ത് കത്തിച്ച് അരി അടുപ്പിലിട്ടു. ഈ ഇദ്ദേഹത്തിൻ്റെ കാലിലൊരു മന്തുണ്ട്, ഇടതുകാലിലാണ് മന്ത്. ആ കാലെടുത്ത് അടുപ്പ് കല്ലിൽ വെച്ച് തീയും കാഞ്ഞ് വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആകാശമാകെ വിറപ്പിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ചുടലയക്ഷിയും കൂട്ടരും ശ്മശാനത്തിലെത്തിയത്. ശ്മശാനത്തിലൊരു മനുഷ്യനെ കണ്ട് യക്ഷിയും കൂട്ടരും അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ നമ്മുടെ നറാണത്ത് ഭ്രാന്തനുണ്ടോ പേടിക്കുന്നു? നീ ആരാ, എന്തിനിവിടെ വന്നു? യക്ഷി ചോദിച്ചു. ഇങ്ങനെ കിടന്ന് അലറണ്ട, എന്നെ കണ്ടാൽ അറിയില്ലേ ഞാനൊരു മനുഷ്യനാണെന്ന്? നിങ്ങൾ കാണുന്നില്ലേ ഞാനിവിടെ എന്ത് ചെയ്യുകയാണെന്ന്? ഞങ്ങൾ യക്ഷികളാണ്, ഞങ്ങൾക്കിവിടെ നൃത്തം ചെയ്യണം. നിങ്ങൾ നൃത്തം ചെയ്തോളൂ, അതിന് ഞാനെന്ത് വേണം? ഒരു മനുഷ്യൻ കാണുക ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല. ഉടൻ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പേടിപ്പിക്കും. പക്ഷേ നറാണത്ത് ഭ്രാന്തനുണ്ടോ പേടിക്കുന്നോ? എന്നെ പേടിപ്പിച്ചോളൂ, എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിശ്രമിക്കുന്നിടത്ത് അരി വയ്ക്കും, വെക്കുന്നിടത്ത് കിടന്നുണ്ണും, ഉണ്ണുന്നിടത്ത് കിടന്നുറങ്ങും. അതാണ് എൻ്റെ രീതി, അത് ഞാനും മാറ്റില്ല. ഇവർ പല കാര്യങ്ങളും നോക്കി. ആകാശത്തിരുണ്ടുകൂടി ബഹളം വെച്ചു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് അട്ടഹസിച്ച് ചിരിച്ചു. ഒടുവിൽ തോറ്റു പിൻവാങ്ങി. എന്തായാലും നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നൃത്തം ചെയ്യാനായി മറ്റെവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം എന്നും അവർ സമ്മതിച്ചു. പക്ഷേ എന്തെങ്കിലും ഒരു വരം തരാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് വരമൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാൽ മതി. എൻ്റെ അരി വെന്തു, എനിക്ക് ഉണ്ണാൻ സമയമായി. പക്ഷേ യക്ഷികൾ പോവുമോ? അവർ തയ്യാറായില്ല. അപ്പോൾ ഞാൻ എന്നും മരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 36 വർഷവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടി ആയുസ് കൂട്ടിത്തരും. ചുടലക്ഷ്യന്മാരെ കൊണ്ടത് പറ്റില്ല. എന്നാൽ ഒരു ദിവസം കുറച്ച് തരും. അതും പറ്റില്ല. ഇതാ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ എന്നൊടുവിൽ നമ്മുടെ ചുടലയക്ഷികൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ച കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് ആക്കി തരൂ എന്ന്. അവർ വരം നൽകി പുറപ്പെട്ടു. ഈശ്വരേച്ഛ ആരും വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല.